ഇന്ന് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ജോൺ സീനയുടെ സെഗ്മെൻ്റാണ് നടന്നത്. അപ്പോൾ ഈ സെഗ്മെൻറ്റ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നല്ല അടിപൊളി സെഗ്മെൻ്റ് ആയിട്ടാണ് മുന്നോട്ട് പോയത്. അതിനോടൊപ്പം ഈ സെഗ്മെൻറ്റിൽ എന്താണ് സംസാരിച്ചത് എന്ന് പറയുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നത്തെ സ്മാക്ക് ഡൗണിനെ പറ്റി പറയാം. ഇന്നത്തെ സ്മാക്ക് ഡൗൺ നല്ല ഷോ ആയിട്ടാണ് മുന്നോട്ട് പോയത്. ചെയ്തിട്ടുള്ള മാച്ച് സെഗ്മെൻറ്റ് എല്ലാം നന്നായിട്ടുണ്ട്. അതുപോലെ മെയിൻ ഇവന്റ് മാച്ചും സെറ്റായിരുന്നു. ഇനി ജോൺ സീന എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം. മെയിനായിട്ടും ജോൺ സീന ഹീൽ ടൈം ചെയ്ത് മുന്നോട്ട് പോയ കാര്യത്തെ പറ്റിയും അതിനുശേഷം കോഡി റോഡ്സ് മൂലം ഫേസ് ടൈം ചെയ്ത് സമ്മർ സ്ലാമിൽ മാച്ച് ചെയ്ത കാര്യത്തെ പറ്റിയാണ് പറഞ്ഞത്. അതായത് കോഡി റോഡ്സിന് ഭയങ്കരമായിട്ടും ജോൺ സീന താങ്ക്സ് പറയുന്നുണ്ട്. അതുപോലെ ഫാൻസിനോട് പറയുന്നത് ഈ ഒരു ടൈപ്പിലാണ്. അതായത് ഞാൻ എപ്പോഴും നല്ല വഴിക്ക് മാത്രം നടന്നിട്ട് കുറച്ച് കാലങ്ങളായി ഞാൻ ചീത്ത വഴിയിലൂടെയാണ് പോയത്. അതായത് വില്ലനായ കാര്യത്തെ പറ്റിയും റെസ്റ്റേഴ്സിനെ പറ്റിച്ച് വിൻ ചെയ്ത കാര്യത്തെ പറ്റിയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ കോഡി റോഡ്സ് വന്നതിന് ശേഷം റിയൽ ജോൺ സീനയെ അവന് കൊണ്ടുവരാൻ സാധിച്ചു. ശരിക്കും ഞാൻ നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്നൊക്കെ ജോൺ സീന ഫാൻസിനോട് പറയുന്നുണ്ട്. അതായത് വില്ലനായതിനു ശേഷം ഫാൻസിന് യാതൊരു മൈൻഡും കൊടുത്തിരുന്നില്ല ജോൺ സീന. എന്നാൽ തനിക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തിരിച്ചു കിട്ടി എന്ന ടൈപ്പിലൊക്കെയാണ് ഈ സെഗ്മെന്റിൽ സംസാരിച്ചത്. അതുപോലെ ബ്രോക്ക് ലെസ്നറെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ജോൺ സീന പറയുന്നത് തനിക്ക് അല്പം പേടിയുണ്ട് എന്നാണ്. അതായത് ബ്രോക്ക് ലെസ്നർ ഭയങ്കര ഡേഞ്ചറാണ്. അതും തന്നെയുമല്ല തൻ്റെ കരിയറിൻ്റെ അവസാനത്തെ ടൈമിലാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഒരു പേടിയുണ്ട് എന്ന ടൈപ്പിലും, എന്നാൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവനെതിരെ ഫൈറ്റ് ചെയ്യും എന്നൊക്കെയാണ് സീന പറഞ്ഞത്. പിന്നീട് സീന പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ബ്രോക്ക് ലെസ്നർ എന്നെ അറ്റാക്ക് ചെയ്ത കാര്യത്തിന് പ്രതികാരം തീർക്കാനോ അല്ലെങ്കിൽ ബ്രോക്ക് ലെസ്നറുമായിട്ടുള്ള വിഷയത്തെപ്പറ്റി പറയാനൊന്നുമല്ല. ക്ലാഷ് ഇൻ പാരീസിൽ എനിക്കൊരു മാച്ച് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഓഡിയൻസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മാച്ച് ചെയ്യുന്നു. ആർക്ക് വേണമെങ്കിലും എൻ്റെ കൂടെ മാച്ച് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ ലോഗൻ പോൾ അവിടെ വരുന്നുണ്ട്. വന്നതിന് ശേഷം ലോഗൻ പോൾ സീനയോട് നീയൊക്കെ റിട്ടയർ ആവാറായിട്ടില്ലേ, വീട്ടിൽ പോയി ഇരിക്കുക എന്ന ടൈപ്പിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ സീന ലോഗൻ പോളിനെ ജോക്കർ എന്നൊക്കെ വിളിച്ചും കളിയാക്കുന്നുണ്ട്. അതായത് ലോഗൻ പോൾ ശരിക്കും ഫേക്കാണ് ഈ ഒരു ടൈപ്പിലൊക്കെ കളിയാക്കിക്കൊണ്ട്. പിന്നീട് ലോഗൻ പോൾ അവസാനം ജോൺ സീനയെ ചാലഞ്ച് ചെയ്തു. അതായത് ക്ലാഷ് ഇൻ പാരീസിൽ ജോൺ സീനയുടെ കൂടെ മാച്ച് വേണം എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നീട് സീന ലോഗൻ പോൾ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ അവിടെ ഡ്രൂ മാക്കൻടയറും വന്നുകൊണ്ട് ജോൺ സീനയെ അറ്റാക്ക് ചെയ്ത ശേഷം ഇവർ രണ്ടുപേരും സീനയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും WWE ചാമ്പ്യൻ കോഡി റോഡ്സ് അവിടെ വന്നുകൊണ്ട് ഇവരെ അറ്റാക്ക് ചെയ്ത് ജോൺ സീനയെ സേവ് ചെയ്തു. ശേഷം ജോൺ സീന മൈക്കെടുത്ത് ലോഗൻ പോളിനെ മാച്ചിന് ചാലഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ക്ലാഷ് ഇൻ പാരീസിൽ നമ്മൾക്ക് തമ്മിലുള്ള മാച്ച് വെക്കാമെന്നും ഇന്ന് സ്മാക്ക് ഡൗൺ മെയിൻ ഇവന്റ് ആയിട്ട് ടാഗ് ടീം മാച്ച് വെക്കാമെന്നും പറയുന്നുണ്ട്. കോഡി റോഡ്സ് ആൻഡ് ജോൺ സീന വേഴ്സസ് ഡ്രൂ മാക്കൻടയർ ആൻഡ് ലോഗൻ പോൾ ഇവർക്ക്. പിന്നീട് ഈ ഒരു ചാലഞ്ചും അക്സെപ്റ്റ് ചെയ്ത് ഈ ഒരു സെഗ്മെന്റ് മൊത്തത്തിൽ അവസാനിപ്പിച്ചു. അപ്പോൾ ഈ സെഗ്മെന്റ് അടിപൊളി സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. പിന്നീട് മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് ടീമിനെ ബാക്ക് സ്റ്റേജിൽ കാണിച്ചു. അപ്പോൾ സോളോ സിക്കാവയുടെ ടീമിന്റെ കൂടെ മാച്ച് ഉള്ളതുകൊണ്ടാണ് ആ സെഗ്മെന്റ് വെച്ചത്. പിന്നീട് ഇവരുടെ മാച്ചാണ് നടന്നത്. ടാല ടോങ്ക ആൻഡ് ജെസി മാറ്റിയോ വേഴ്സസ് മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് ഇവർക്ക് തമ്മിലുള്ള ടാഗ് ടീം മാച്ച്. ഈ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ ചോക്സ്ലാം ഫിനിഷർ ചെയ്തുകൊണ്ട് മോട്ടോർ സിറ്റി മെഷീൻ ഗൺസിനെ തോൽപ്പിച്ച് ടോളാട്ടോങ്ക ആൻഡ് ജെസി ഇവരാണ് ഈ മാച്ച് വിൻ ചെയ്തത്. അതിനുശേഷം യുണൈറ്റഡ് ചാമ്പ്യൻ സോളോ സിക്കാവോടെ വന്നുകൊണ്ട് സമ്മർ സ്ലാമിൽ ചാമ്പ്യൻഷിപ്പ് തിരികെ വിൻ ചെയ്ത കാര്യത്തെപ്പറ്റി എല്ലാം സംസാരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നിക്ക് ആൾഡിൻസ് വന്ന് പറയുന്നുണ്ട്, നിനക്ക് സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഓപ്പോണന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ അത് മറ്റാരുമായിരുന്നില്ല, സാമി സെയിൻ ആയിരുന്നു. പിന്നീട് സാമി സെയിൻ വേഴ്സസ് സോളോ സിക്കാവ ഇവർക്കൊരു മാച്ച് നടന്നു. ഈ മാച്ചിന്റെ അവസാനത്തിൽ ഉഡായിപ്പ് കാണിച്ച് വിൻ ചെയ്യാൻ നോക്കിയ സോളോ സിക്കാവയുടെ സമോൺ സ്പൈക്ക് മാറിക്കൊണ്ട് അങ്ങനെ തന്നെ റോൾ പിൻ ചെയ്ത് സാമി സെയിനാണ് ഈ മാച്ച് വിൻ ചെയ്തത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ശേഷം സാമി സെയിൻ അവിടെ നിന്നും എസ്കേപ്പായി. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ DIY സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ഇവർക്കൊരു മാച്ച് കൺഫേം ചെയ്തു നെക്സ്റ്റ് വീക്ക്. അതിനുശേഷം ടാഗ് ടീം ചാമ്പ്യൻസായ അലക്സ ബ്ലസ് ആൻഡ് ഷാർലറ്റ് ഫ്ലെയർ ഇവരുടെ സെഗ്മെന്റ്. അപ്പോൾ അലക്സ ബ്ലസിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഷാർലറ്റ് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് പോലെയും ശേഷം അവസാനം ഷാർലറ്റിനെ ഒന്ന് ഹഗ് ചെയ്യാനായിട്ടെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ചെൽസി ഗ്രീൻ ടീം അവിടെ വന്നുകൊണ്ട് ഒരു മാച്ചിലേക്കാണ് അവസാനം എത്തിയത്. അതായത് ഷാർലറ്റ് വേഴ്സസ് ചെൽസി ഗ്രീൻ ഇവർക്ക് തമ്മിൽ ഒരു സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ച് ഒരു ഫൺ മാച്ച് പോലെയാണ് കൊണ്ടുപോയത്. മാച്ചിന്റെ അവസാനത്തിൽ ഷാർലറ്റിനെ കേക്കിന്റെ മുകളിലേക്ക് ഫിനിഷർ ചെയ്യാൻ നോക്കിയ ചെൽസി ഗ്രീനെ അത് റിവേഴ്സ് ചെയ്തുകൊണ്ട് അങ്ങനെ തന്നെ കേക്കിന്റെ മുകളിലേക്ക് ഫിനിഷർ ചെയ്ത് ഷാർലറ്റാണ് ഈ മാച്ച് വിൻ ചെയ്തത്. അതായത് സബ്മിഷൻ എല്ലാം യൂസ് ചെയ്ത്. അപ്പോൾ ഇതൊരു ഫൺ പോലെയാണ് കാണിച്ചിട്ടുള്ളത് അവസാനം. പിന്നീട് ജോൺ സീന മാച്ചിന് വരുന്ന സമയത്ത് ബാക്ക് സ്റ്റേജിൽ വെച്ച് R-Truthുമായിട്ട് ഒരു സെഗ്മെന്റ് നടന്നു. അപ്പോൾ R-Truth ഒരുപാട് ജോൺ സീനയെ നോക്കിയതിന് ശേഷം
ജോൺ സീന വീണ്ടും ഫേസ് ആയ കാര്യത്തെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. അതായത് പഴയ ജോൺ സീനയെ കാണാൻ സാധിച്ചു, അതിൽ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇനി ആത്ഭുതമായിട്ടാണ് മുന്നോട്ട് പോവാ എന്നൊക്കെ. അപ്പോൾ സീന പറയുന്നുണ്ട്, പഴയ ജോൺ സീന ഓക്കെ, പക്ഷെ നീ പഴയതുപോലെ ആകണമെങ്കിൽ ആർട്രൂത്തിന് ആ ഒരു മുടിയെല്ലാം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടും സംസാരിക്കുന്നുണ്ട്. അതായത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഒരു സെഗ്മെന്റ്. പിന്നീട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദനങ്ങളെല്ലാം പറഞ്ഞ് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. അപ്പോൾ ഇതുപോലെ ഒരു സെഗ്മെന്റ് ആവശ്യമായിരുന്നു. പിന്നെ ബാക്കിയുള്ള ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് എന്തുകൊണ്ടാണ് പറയാത്തത് എന്ന് വെച്ചാൽ അല്പം തിരക്ക് ഉള്ളതുകൊണ്ടാണ്. പിന്നീട് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് മെയിൻ ഇവന്റായി നടന്നത് ജോൺ സീന WWE ചാമ്പ്യൻ കോഡി റോഡ്സ് വേഴ്സസ് ലോഗൻ പോൾ ഡ്രൂ മാക്കിൻടയർ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിട്ടാണ് ഈ മാച്ച് പോയത്. രണ്ട് ടീമിൻ്റെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. മാച്ചിൻ്റെ അവസാനത്തിൽ ജോൺ സീന ലോഗൻ പോളിന് ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്ത് പിൻ ചെയ്യാൻ നോക്കിയപ്പോൾ ഡ്രൂ മാക്കിൻടയർ വന്ന് അത് ഒഴിവാക്കി വിട്ടു. ശേഷം ഡ്രൂ മാക്കിൻടയറും കോഡിയും റിങ്ങിന് പുറത്ത് പോയി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് സീന മാച്ച് കണ്ടിന്യൂ ചെയ്യുന്ന സമയം ലോഗൻ പോൾ സീനയ്ക്ക് ഒരു ലോ ബ്ലോക്ക് കൊടുത്ത് മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. അതായത് മാച്ചിന്റെ റൂൾസ് പ്രകാരം സീന ആൻഡ് കോഡി ഇവരാണ് വിൻ ചെയ്തത്. പിന്നെ സീന ലോഗൻ പോൾ അറ്റാക്ക് ചെയ്ത് ബാക്ക് സ്റ്റേജിലേക്ക് പോയി എൻട്രൻസ് വഴി. ശേഷം ഡ്രൂ മാക്കിൻടയർ കോഡി റോഡ്സിനെ ചാമ്പ്യൻഷിപ്പ് വെച്ച് അറ്റാക്ക് ചെയ്തു. പിന്നീട് ഡ്രൂ മാക്കിൻടയർ കോഡി റോഡ്സിന് ഒരു വേറെ ലെവൽ ക്ലൈമോർ കിക്കും കൊടുത്തുകൊണ്ട് ഇവർക്ക് തമ്മിലുള്ള സ്റ്റോറി ലൈനും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ക്ലാഷ് ഇൻ പാരീസിലെ ഡ്രൂ മാക്കിൻടയർ കോഡി റോഡ്സ് ഇവരുടെ വേറെ ലെവൽ മാച്ച് നമുക്ക് കാണാൻ സാധിക്കും. 100% ഉറപ്പാണ്, വേറെ ലെവൽ മാച്ച് ആകും. അപ്പോൾ ഇതൊക്കെയാണ് സ്മാക്ക് ഡൗണിൽ നടന്നത്. ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് നല്ല ഷോ ആയിരുന്നു. വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.